അതുപോലെ രാഹുൽ ഗാന്ധി പാട്ടെല്ലാം പാടും. ഇപ്പം ഈരടി പാടി എന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിച്ചത്രേ, ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ആരപ്പ? അങ്ങനെയൊന്നുമല്ല ചോദിച്ചു, എന്തൊക്കെയോ എന്ന് മലയാളത്തിൽ പറഞ്ഞത്. പോട്ടെ, കുഴപ്പമില്ല, അദ്ദേഹത്തിന് മലയാളമൊന്നും അറിയില്ല. അതിന് ഉത്തരം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലനാണ്. എന്നിട്ട് സഖാക്കളാണപ്പ എന്ന ഉത്തരമല്ല, KC വേണുഗോപാലിന് UDF ആണപ്പ എന്നാണ് ഉത്തരം. പിന്നെ അവിടുത്തെ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ MP-മാർ, 2 MP-മാർ, ഒന്ന് ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ അടൂർ പ്രകാശ് എന്ന UDF-ന്റെ കൺവീനറാണ്, ആന്റോ ആന്റണി, പ്രിയാർ ഗോപാലകൃഷ്ണൻ. ഈ 2 പ്രധാനപ്പെട്ട പെരുങ്കള്ളന്മാരാണ് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ആള്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റൊന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന സോണിയാഗാന്ധിയെ ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം കാണുന്നു. എന്തടിസ്ഥാനത്തിലാണ്, എന്താവശ്യത്തിലാണ്? അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണല്ലോ. ഇവിടെ വന്നിട്ട് പാട്ട് പാടുമ്പോൾ അത് ആലോചിക്കണ്ടേ ആദ്യം? എന്തിനായിരുന്നു? എന്തോ കൈക്ക് കെട്ടിക്കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടല്ലോ. എന്താ കെട്ടിക്കൊടുത്തത്? ഇതെല്ലാം തമ്മിലുള്ള നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഇതിൽ ഇവിടെ വന്ന് പാട്ടുപാടിയാൽ കാര്യം ശരിയാവൂ? ഉത്തരവാദിത്വപരമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തരംതാണ രീതിയിൽ വന്ന് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് RSകാരും BJPക്കാരെല്ലാം കേരള സ്റ്റോറി പോലെ ഇവിടെയും അതുപോലുള്ള സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട്. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലും UDF പ്രവർത്തകരുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോണിയാഗാന്ധിയുമായി പോറ്റി നിരവധി തവണ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പാട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP എവിടെയാണെങ്കിലും ജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നെ BJPയുമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച് കേരളത്തിൽ ആരാണ് BJPയുമായി ഡീലുണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തൃശ്ശൂരാണല്ലോ ഞാൻ ഉള്ളത്. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മാത്രം 84,000 വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞത്. അതിൽ 74,000 വോട്ടിനാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ഞങ്ങൾക്ക് 16,000-ലധികം വോട്ട് അധികം കിട്ടി. 2ാം സ്ഥാനത്ത് ഞങ്ങൾ വന്നു. ജയിച്ചു നിന്നവർ 3ാം സ്ഥാനത്തേക്ക് പോയി. ആര് തമ്മിലാണ് ഡീലുണ്ടാക്കിയതെന്ന് ആർക്കറിയാതെ? BJPക്ക് കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ചെലവിൽ മാത്രമേ സാധിക്കൂ. അതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ അവസ്ഥ. ഇതിനു മുമ്പ് നിയമം എടുക്കാം. നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഒരു പ്രാവശ്യം BJP ജയിച്ചു. BJPക്ക് ജയിച്ചപ്പോൾ എന്താ സ്ഥിതി? BJPക്ക് ജയിക്കാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് 29,000 വോട്ടാണ് കുറഞ്ഞത്. ഒറ്റ മണ്ഡലത്തിൽ 13,000 വോട്ടാണ് കിട്ടിയത്. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല കോൺഗ്രസിന്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ UDFന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അവിടെ രാജഗോപാലൻ ജയിച്ചു. എവിടെ കോൺഗ്രസിന്റെ സഹായം BJPക്ക് ലഭിക്കുന്നോ അവിടെയാണ് അവർ ജയിച്ചത്. 2 പ്രാവശ്യം ജയിച്ചു. ഒരു അസംബ്ലിയിലും ജയിച്ചു, ഒരു പാർലമെന്റിലും ജയിച്ചു. 2ഉം കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ്. അത് മറച്ചു വെക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലോ അതിന് മറ്റത്തൂർ നമുക്ക് അനുഭവം ഉണ്ടല്ലോ. തൃശ്ശൂരല്ലേ ജയിച്ചു വന്ന മുഴുവൻ കോൺഗ്രസിന്റെ പ്രതിനിധികളും BJPയായിട്ട് മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായല്ലോ. വിവിധ സംസ്ഥാനങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അതുപോലെയല്ലേ ഇവിടെ ഉണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കാൻ വേണ്ടി അവർ 41 സ്ഥലത്താണ് വോട്ട് ചെയ്ത് കൊടുത്തത്. 41 കോൺഗ്രസ് 41 സ്ഥലത്ത് കൌൺസിലർമാർ 3ാം സ്ഥാനത്തേക്ക് പോയി. 1000-ൽ കുറവ് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള പരാജയപ്പെട്ടു. കോൺഗ്രസുകാർ ജയിക്കാൻ വേണ്ടിയിട്ട് 21 സ്ഥലത്ത് BJPക്കാരും വോട്ട് ചെയ്ത് കൊടുത്തു. 62 സ്ഥലം ഒറ്റ ഒരു കോർപ്പറേഷനിൽ. ഇങ്ങനെ നിരവധി പഞ്ചായത്തുകൾ. ഞാനതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഡീലുണ്ടാക്കുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ ഒരു സീറ്റും ജയിക്കില്ല. അതാ ഗ്യാരണ്ടി.
എന്താ കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ ഒരു സീറ്റിലും BJP ഈ കേരളത്തിൽ ജയിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വർഗീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന് വേണ്ട. ഞങ്ങളുടെ SDPI ഉൾപ്പെടെയുള്ള ഒരു പാർട്ടിയുമായിട്ടും ഒരു വിഭാഗവുമായിട്ടും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരു തരത്തിലും ഉദ്ദേശിക്കുന്നുമില്ല. ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടുമില്ല. അപ്പോൾ സാങ്കല്പികമായിട്ട് ഇങ്ങനെ ഒരു പിന്തുണ നൽകിയാൽ പിന്നെ നിങ്ങളെന്തായിരിക്കും നിലപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ചർച്ചയുണ്ടാക്കി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രീണനത്തെ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന് ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കൂട്ടുനിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് പലരും നടത്തിയത്. അത് ഇന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡീലെല്ലാം പ്രഖ്യാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പത്രസമ്മേളനം നടത്തുന്നില്ല എന്നുള്ള വലിയ പ്രചാരവേലയാണ് നടത്തിയത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ജാഥ നടത്തിയ ദിവസം അന്ന് തുടങ്ങി അന്ന് മുതൽ അവസാനിക്കുന്നവരെ പത്രസമ്മേളനം നടത്തിയതാണ്. ഒരു ദിവസം ഒഴിയാതെ എല്ലാ ദിവസവും. അതിൽ പ്രധാനമായിട്ടും സതീശന്റെ നുണക്ക് മറുപടി പറയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. നുണ എന്താണ് നുണ എന്നുള്ളത് 9 നുണ വരെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഓരോ ദിവസമായിട്ട്. ജി സുധാകരൻ UDF മാത്രമല്ല അല്പം BJP കൂടിയാണെന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. അത് ഇപ്പം മാത്രമല്ല, അന്ന് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നും പുതുതായി പറഞ്ഞില്ല, ഒന്നും പുതുതായിട്ട് പറയുന്നില്ല, എല്ലാം പഴയ തന്നെ. ശുദ്ധ അസംബന്ധങ്ങൾ പറയാണ്. UDFന് വേണ്ടി പറയാം പ്രചരണം. അത് കുഞ്ഞിഷ്ണനായാലും TK ഗോവിന്ദനായാലും ജി സുധാകരനായാലും എല്ലാവരും അവരെല്ലാം UDFന്റെ സ്ഥാനാർത്ഥികളാണ്. അവരോടൊന്നും മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം CPM-നില്ല. UDF ആണ് പൂർണ്ണമായിട്ട്. പിന്നെ സുധാകരൻ UDF മാത്രമല്ല, കുറച്ച് അല്പം BJP ആണ്. അര BJP. 5000 വോട്ട് എനിക്ക് BJP-ന് കിട്ടുമെന്ന് പറഞ്ഞു. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷം, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുപോലെ തന്നെയുള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഈ കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല. ഇവിടെ ഉറപ്പായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിന്റെ അങ്ങേ അറ്റമുണ്ടെന്നാണ്. അതില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ സ്ഥിതി. അതില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ തന്നെയാണ് പോകുന്നത്. എല്ലാ പ്രചരണങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രൂപപ്പെട്ടുള്ളത്. നല്ല രീതിയിൽ കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മണ്ഡലങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും ജയിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കും. LDF-നെതിരായുള്ള കുപ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.